ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് ദിയ കൃഷ്ണയുടെ ഒരു ബർത്ത്ഡേ ലുക്ക് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ഒരു ഗൗണ്. അപ്പോൾ ഇതിനു വേണ്ടി സാറ്റേൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ലൈനിങ് ക്രേപ്പുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഹാൻഡ് വർക്കിന് വേണ്ടി ഈ ഒരു ലേസ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 to 7 ഇയേഴ്സിൻ്റെ മെഷർമെൻറ്റിനാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാറ്റൻ എടുത്തേക്കുന്നത് 4 മീറ്ററാണ് കേട്ടോ. നല്ല ഫ്ലെയറിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ മെയിൻ ക്ലോത്താണ് ഇത്. മെയിൻ ക്ലോത്തിനെ ഇതേപോലെ 4ആയി മടക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുവാണേ. ഒരു സൈഡ് വെട്ട് വരുന്ന ഭാഗമായിരിക്കും, ഒരു സൈഡ് ടോട്ടലി വെട്ട് വരാത്ത ഭാഗമായിരിക്കും. എന്നിട്ട് മുകൾ ഭാഗത്ത് പിൻ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മടക്കിയിട്ടപ്പോൾ നമുക്കിത് 8ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് വരുന്നത് 24ആണ്. അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.1 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 4ൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി താഴോട്ടുള്ള ലെങ്ത്ത് വേണ്ടത് 22.5 22.5-ൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിൽ വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ അംബ്രല്ല മാർക്ക് ചെയ്യാറ്. അല്ലാതെ താഴെ വെച്ചിട്ട് അംബ്രല്ല മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈവനായിട്ട് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാറ്. അപ്പോൾ അതും മാർക്ക് ചെയ്തു. കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഞാൻ ആദ്യം ഈ താഴത്തെ പോർഷൻ കട്ട് ചെയ്തത്, പിന്നെ വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് മുകൾ ഭാഗം എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതേ രീതിയിൽ ലൈനിങ്ങൂടെ ലൈനിങ്ങും 8ആയിട്ട് തന്നെയാണ് കേട്ടോ മടക്കിയിട്ട് കൊടുത്തേക്കുന്നത്. ലൈനിങ് സംതിങ് ഞാൻ 3 മീറ്ററോളം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. ലൈനിങ്ങിന് ഞാൻ ലെങ്ത്ത് 2 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. 22ആണ് മെയിൻ ക്ലോത്തിന് എടുത്തെങ്കിൽ 20 ലൈനിങ്ങിന് എടുക്കുന്നുള്ളേ. അതുകൂടെ കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണ്. പിന്നെ മുകളിലത്തെ പോർഷൻ വേണ്ടി ലൈനിങ് ആണ് ഇത്. ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് ഈവനാക്കി എടുക്കുവാണ്. പിന്നെ ഷോൾഡർ വേണ്ടത് 5ആണ്. താഴോട്ട് ഞാൻ 4.5 എടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 6ഉം 2 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ 8ആണ് എനിക്ക് വേണ്ട ലെങ്ത്ത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 10ൽ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം 6ഉം തയ്യൽ തുമ്പും. ജസ്റ്റ് 1/2 ഇഞ്ച് ആം ഹോള് കർവ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഇതേ രീതിയിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കൂടെ കട്ട് ചെയ്യണം. മെയിൻ ക്ലോത്തും 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ മെഷർമെൻറ്റിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നീട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തു കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഒരു 4ൽ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് താഴോട്ട് 4.5 ചെസ്റ്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നീട് ചെയ്യുന്ന ഒരു 3ലൊക്കെ ഇതേപോലൊരു സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി മെയിൻ ക്ലോത്തിലും അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്, ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം. എന്നിട്ട് ഇതേ രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുവാണേ. ബാക്ക് വശവും ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേ രീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഇനി പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ വെട്ടിട്ട് കൊടുക്കാൻ ശ്രമിക്കണേ.
എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടെടുക്കുകയാണേ. അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് ഇതേപോലെ തിരിച്ചിട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് സൈഡൂടെ ചെയ്തെടുക്കണം കേട്ടോ. 3 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് സാറ്റൻ ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതേ രീതിയിൽ ബാക്ക് സൈഡൂടെ ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് 2ആയിട്ട് മടക്കി സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണേ. അതിനെ ഒന്ന് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തു. ഇനി നിവർത്തി ഇതേപോലെ വെച്ച്, ഇത് റോങ് സൈഡാണ് കേട്ടോ, സിബ് വെച്ച് കൊടുക്കുവാണേ. റോങ് സൈഡ് ഫേസ് ചെയ്തിട്ട് സിബ് താഴോട്ട് വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ സിബ് വെക്കുന്ന ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നമ്മൾ ആദ്യം ഇട്ട ആ സ്റ്റിച്ചൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു വിട്ടാൽ മതി. ഈസി ആയിട്ട് സിബ് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ബാലൻസ് വരുന്ന സിബിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ആയേ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഇട്ടിട്ട് നമുക്ക് ചെസ്റ്റും വേസ്റ്റിൻ്റെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്തെടുത്തേ. വള്ളിയൂടെ വെച്ച് കൊടുക്കണമായിരുന്നു, അത് മറന്നുപോയി കേട്ടോ. അപ്പോൾ 2.5 വീതിയും 20 നീളമുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇതേപോലെ 2ആയിട്ട് മടക്കി ഒരു സൈഡിൽ നിന്ന് കോർണറിലേക്ക് വന്ന് താഴേക്ക് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് അത് തിരിച്ചെടുക്കണേ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് മുകളിലോട്ടാണ് കേട്ടോ വള്ളി വെച്ച് കൊടുക്കേണ്ടത്. അകത്തേക്ക് ഇതേപോലെ വെച്ച് ഇനി നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ എത്രത്തോളം സ്റ്റിച്ച് വേണോ സ്റ്റിച്ച് ഇട്ട് 2 ഭാഗത്തും എടുക്കുക. പിന്നെ ഇനി ഫ്രണ്ട് പോർഷനിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഇറക്കം ഒരു 5.5 6 മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുത്തിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിന് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ആ ലേസ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 3 3 6 കേട്ടോ കൊടുക്കുന്നത്. 3 മുകളിലേക്ക് വിട്ട് തയ്യൽ തുമ്പൂടെ കൊടുക്കണം നമുക്ക് ലേസിനും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാവേ. ഞാനത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ തുന്നി പിടിപ്പിക്കുന്നത്, മെഷീനിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിന് തുന്നിയെടുക്കുവാണേ. അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ്
6ഉം ഞാനൊരു തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് എപ്പോഴും വിടുക. ലേസ് ആണെങ്കിൽ പോലും അകത്തേക്ക് നമ്മൾ ലേസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. അഥവാ നമ്മുടെ ഷോൾഡർ മാച്ച് ആവുന്നില്ലെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് ഇച്ചിരി ലൂസാക്കി വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യൽ തുമ്പ് ഇടാൻ പറയുന്നത്. അപ്പോൾ ബാക്കിലേക്ക് അതുകൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കാവേ. ആദ്യത്തെ മുത്ത് നമ്മളൊന്ന് കോർത്തെടുക്കണം, ഇല്ലെങ്കിൽ അത് വിട്ടു പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കണേ. മുകളിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് 8.5 മതി. അപ്പോൾ ഒരു 9.5 മതി. വേസ്റ്റ് ഭാഗം ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേനും കറക്റ്റ് 8.5 തന്നെ കിട്ടിക്കോളും. ബാക്കി പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നമുക്ക് ഈ താഴത്തെ പോർഷന് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ രണ്ടും ഒന്ന് അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ലൈനിങ് ആണ് കേട്ടോ ഇത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും വെച്ച് കൊടുത്തു. ഇനി ഈ അംബ്രല്ല മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് ആദ്യം. അത് കറക്റ്റ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിലത്തെ പോർഷൻ്റെ ഒരു സൈഡിൽ നിന്ന് അംബ്രല്ല കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ നോക്കുക. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റ് ആണോ അല്ലയോ എന്ന്. എന്നിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ എപ്പോഴും ഓർക്കണം. പിന്നെ ഇതേപോലെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. നല്ല ഫ്ലെയർ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ സൈഡ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ ഓൾമോസ്റ്റ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തുകൂടെ എടുക്കണം കേട്ടോ. കറക്റ്റ് ലുക്ക് കിട്ടണമെങ്കിൽ ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്താൽ നടക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.